ഒറ്റയടിപ്പാത എന്ന കഥയുടെ തുടർഭാഗം. ഇട്ടുമൂടാനുള്ള സ്വത്തുക്കളൊക്കെ കൊണ്ട് എൻ്റെ പെങ്ങളുടെ വീട്ടിലേക്കാണല്ലോ പോകുന്നതെന്നോർത്ത് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അഭിനയിച്ചു നിന്നു പുതിയ പാപ്പ. അവരുടെ വീട് ഞങ്ങളുടേതിനേക്കാൾ ഒട്ടും ചെറുതായിരുന്നില്ല. ഫൈസ മഹൽ എന്നായിരുന്നു അവരുടെ വീട്ടുപേർ. മകൻ വിവാഹം കഴിക്കുന്ന സന്തോഷത്തിൽ 4ാം വിരുന്ന് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അടുക്കളക്കാരെയും പുറംപണിക്കാരെയും പറഞ്ഞു വിട്ടു. അത്രയ്ക്ക് സ്നേഹമായിരുന്നു മകൻ്റെ ഭാര്യയോട്. കയറി ചെന്നതിൻ്റെ പിറ്റേന്ന് തന്നെ അവരുടെ തനി സ്വഭാവം പുറത്തു കാട്ടി തുടങ്ങി. സദാ എൻ്റെ കുറ്റങ്ങൾ തപ്പി നടന്നു. അവരുടെ പ്രധാന വിനോദം അത് മാത്രമായിരുന്നു. സ്നേഹത്തോടെ ഒരു സംസാരമോ നോട്ടമോ പോലും അവരുടെ പക്ഷത്തു നിന്നും ഉണ്ടായില്ല. എന്നാൽ ഞാൻ ആശ്വസിച്ചു. വിവരവും സ്നേഹവുമുള്ള ഒരാളാണല്ലോ എന്നെ വിവാഹം കഴിച്ചത് എന്നോർത്ത് സമാധാനിച്ചു. ഒരു ദിവസം ഭർത്താവിൻ്റെ അമ്മ ഒരു നിബന്ധന വെച്ചു. കൃത്യം 5 മണിക്ക് അവർക്ക് ബെഡ് കോഫി കൊടുക്കണം. അതിനുശേഷം വെട്ടം വീഴുമ്പോഴേ മുറ്റമടിക്കണം. അങ്ങനെ ഇനിയുള്ള എൻ്റെ ജീവിതകാര്യങ്ങൾക്കൊരു തീരുമാനമായി. ഇത്രയും നാളും 2 പണിക്കാരുണ്ടായിരുന്ന വീട്ടിലെ എല്ലാ പണികളും എൻ്റെ ചുമലിലായി. ആരും ചോദിക്കാനില്ല. എൻ്റെ ഭർത്താവ് എല്ലാം കാണുന്നുണ്ട്. പക്ഷേ അയാൾ ഒന്നും അറിയാത്ത മട്ട് നടിച്ചു. ഒരു ദിവസം ഞാൻ ചോദിച്ചു, എന്നെ തുടർന്ന് പഠിപ്പിക്കാമെന്നും ഒരു ജോലി സമ്പാദിക്കാൻ കൂടെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴെന്താ ഇങ്ങനെ? അയാൾ അതിനൊരു മറുപടിയും പറയാതെ മുറി വിട്ടിറങ്ങിപ്പോയി. അന്നെനിക്കൊരു കാര്യം മനസ്സിലായി. എല്ലാം വെറും അഭിനയമായിരുന്നു എന്ന്. ഒരുപാട് നിരാശ തോന്നിയെങ്കിലും എൻ്റെ ദുഃഖമറിയാൻ എനിക്ക് ഇല്ലാതായല്ലോ. വീണ്ടും ഞാൻ എൻ്റെ ബാപ്പായെ ഓർത്തുപോയി. എല്ലാ ദിവസവും വൈകുന്നേരം മകൻ വരുമ്പോൾ എൻ്റെ ഒരു പിടി കുറ്റങ്ങൾ അമ്മ പറഞ്ഞു കേൾപ്പിക്കും. അതെല്ലാം മകൻ കേൾക്കുകയും ചെയ്യും. പക്ഷെ തിരുത്തുകയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. അതിരാവിലെ മുറ്റമടിക്കാനായി പിൻവശത്തെ വാതിൽ തുറന്ന് ഞാൻ ഇറങ്ങിയതും മുറ്റത്തൊരാൾ കിടക്കുന്നു. ഞാൻ പേടിച്ചു പോയി. ഉറക്കം നിലവിളിക്കുവാൻ തുടങ്ങുമ്പോഴേക്കും അയാൾ യാചിക്കും പോലെ എന്നോട് പറഞ്ഞു, ആരെയും അറിയിക്കരുതേ, എന്നെ രക്ഷിക്കണേ. ഞാനൊരു കള്ളനല്ല. എങ്കിലും എൻ്റെ ഗതികേട് കൊണ്ട് ഇന്നലെ ഞാൻ ആദ്യമായി മോഷ്ടിക്കുവാൻ ഇറങ്ങിയതാണ്. എൻ്റെ ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട്, ഈ തൊഴിൽ ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് എനിക്ക് മോഷ്ടിക്കുവാനോ ഓടി രക്ഷപ്പെടുവാനോ സാധിച്ചില്ല. ഈ വീട്ടിലല്ല ഞാൻ കയറിയത്. ഇവിടുന്ന് 2-3 വീട് അകലെയാണ്. എന്നെ ആൾക്കാരെല്ലാവരും കൂടി ഓടിച്ചപ്പോൾ വഴി അറിയാതെ ഇവിടെ വന്നു പെട്ടതാണ്. കാലിന് ചെറിയ തകരാറുണ്ട്. നടക്കാൻ അതുകൊണ്ട് നേരം അല്പമെങ്കിലും പുലർന്നിട്ട് പോകാമെന്ന് കരുതി ഇവിടെ ഇരുന്നതാണ്. ആരും കാണാതെ ഞാൻ പൊയ്ക്കോളാം. ആ റോഡ് വരെ എന്നെ ഒന്ന് എത്തിച്ചാൽ മതി. ഒരു സഹോദരനെ പോലെ കരുതി എന്നോട് ദയ കാണിക്കണം. ഇനിയൊരിക്കലും ഞാൻ മോഷ്ടിക്കുകയില്ല. ആ കൗമാരപ്രായം മാത്രമുള്ള ആ പയ്യൻ്റെ ദയനീയ ഭാവം എന്നെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. എങ്ങനെ നീ പോകും? ഞാൻ അവനോട് ചോദിച്ചു. നിനക്ക് നടക്കാനാവില്ലല്ലോ. ബസ്സിൽ കയറി പോയിക്കൊള്ളാം. അതിനുള്ള കാശ് കയ്യിലുണ്ട്. എന്നെ അവിടം വരെ എത്തിച്ചാൽ മതി. ഞാൻ ഉടനെ തന്നെ തിരിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ വരാം. ഓടി അകത്ത് പോയി ഞാൻ ബാഗിൽ നിന്നും 1000 രൂപ എടുത്ത് അവന് നൽകി. അതിനുശേഷം ഞാൻ അവനെ പിടിച്ച് ഉയർത്തി. അവൻ്റെ കാലിൽ നല്ല മുറിവുണ്ടായിരുന്നു. അതൊരു തുണി കീറിക്കെട്ടി അവനെ തനിക്ക് ആകും പോലെ പിടിച്ചൊരു തരത്തിൽ ആ വഴി വരെ എത്തിച്ചു. അപ്പോഴേക്കും ഒരു വണ്ടി വരുന്നുണ്ടായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു, നീ ഒരിക്കലും ഇനി മോഷ്ടിക്കരുത്. ദൈവം മറ്റെന്തെങ്കിലും ഒരു വഴി നിനക്ക് കണ്ടെത്തി തരും. ആ വന്ന വണ്ടിയിൽ കയറ്റി വിട്ടു. തിരിഞ്ഞപ്പോൾ ഞാൻ കണ്ടത് വീടിൻ്റെ മുകളിലത്തെ നിലയിൽ എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഭർത്താവിനെയും അമ്മയെയുമാണ്. അവരുടെ നോട്ടവും നിൽപ്പും കണ്ടപ്പോൾ എന്തോ പന്തികേട് തോന്നി. ഞാൻ പെട്ടെന്ന് നടന്നു ചെന്ന് അവരുടെ അടുത്തെത്തി. ആരാടിയത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മുഖത്തിനിട്ട് ആഞ്ഞടിച്ചു അയാൾ. നീ ഇങ്ങനെ ഒരു പൊട്ടനായി പോയല്ലോടാ. നിന്നെ പറ്റിച്ച് ഇവള് ജീവിക്കുന്നത് കണ്ടാൽ നിനക്ക് മനസ്സിലാവില്ലേ? ഇവളുടെ ജാരനാ പോയത്. നമ്മൾ കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇത് കുറേ ദിവസമായി തുടങ്ങിയിട്ട് എനിക്ക് സംശയമുണ്ടായിരുന്നു. ഇത് ഏതായാലും കയ്യോടെ പിടിക്കാനായി. ഇനി ഇവളെ എനിക്ക് വേണ്ട. അയാളുടെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിലാണ് കൊണ്ടത്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ കണ്ടതുപോലെയല്ല. ഞാൻ പറയുന്നത് കേൾക്കൂ. നീ ഒന്നും പറയണ്ട. നിൻ്റെ ഉമ്മയെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ ഇപ്പോൾ എത്തും. ഇനി നിന്നെ ഇവിടെ വേണ്ട. ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. ഇതുവരെ കണ്ട ഒരു പരിചയഭാവം പോലും അയാളുടെ മുഖത്ത് കാണാൻ കഴിഞ്ഞില്ല. സത്യത്തിൽ ആ നിമിഷം മരിച്ചാൽ മതിയെന്ന് തോന്നി. അപ്പോൾ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചത് എൻ്റെ ബാപ്പ മരിച്ചുകൂടെ താനും കൂടെ പോയിരുന്നെങ്കിലെന്ന്.
ഇതിലും ഭേദം അതുതന്നെയായിരുന്നു. ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും അവർ കൂട്ടാക്കിയില്ല. ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 2 ആഴ്ചയായി കാണും. അത്രയേ ആയിട്ടുള്ളൂ. തെണ്ടിക്കയറി വന്ന ഒരു പട്ടിയുടെ വില പോലും അവർ എനിക്ക് നൽകിയില്ല. പെട്ടെന്നാണ് ഞാൻ കിടക്കുന്ന മുറിയിൽ നിന്നും എൻ്റെ പെട്ടിയും സാധനങ്ങളും മുറിയുടെ പുറത്തേക്ക് എടുത്തെറിയുന്നത് കണ്ടത്. എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളണം നോക്കുമ്പോൾ പണം വിടർത്തിയ പാമ്പിനെ പോലെ അമ്മായിയമ്മ നിൽക്കുന്നു. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ സത്യസന്ധതയ്ക്ക് ഇവിടെ ഒരു സ്ഥാനവുമില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാർ വന്നു. എൻ്റെ ഉമ്മയുടെ മുഖം കണ്ടാൽ ഞാൻ എന്തോ കടുത്ത പാതകം ചെയ്ത പോലെ തോന്നിപ്പോകും. കൂടെ പുതിയ ബാപ്പയുണ്ട്. അയാളുടെ ഭാവം കണ്ടാൽ തോന്നും എന്തോ നേടിയ പോലെയാണ്. തൻ്റെ ജീവിത പരാജയം അയാളെ അത്രയ്ക്ക് സന്തോഷിപ്പിക്കുന്നുണ്ട്. അതെനിക്ക് നന്നായി അറിയാം. ഇനി എന്തുമാകാമല്ലോ. അവരെ കണ്ടതും അമ്മായിയമ്മ ഉമ്മയോട് എന്തൊക്കെയോ പുലമ്പി. പക്ഷേ അവരുടെ ആങ്ങളെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നു, സൽക്കരിക്കുന്നു. അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇതെല്ലാം ഒരു നാടകമായിരുന്നോ എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ആഭരണങ്ങളെല്ലാം അവർ എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു. എല്ലാം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിക്കൊള്ളണം. പിന്നെ കാറും പണവും. പണത്തിൻ്റെ ചെക്ക് എഴുതി പുതിയ വാപ്പായുടെ പേരിൽ. ആസൂത്രിതമായ നീക്കം. അങ്ങനെ എനിക്ക് തന്നതെല്ലാം തിരിച്ച് അവരുടെ ആങ്ങളുടെയും മക്കളുടെയും പേരിൽ ഭദ്രം. ഞാൻ വെറും ഒരു കരിയേപ്പിലയായി മാറി. വിജയാഹ്ലാദത്തോടെ അവർ എന്നെയും കൊണ്ട് അവിടെ നിന്നും തിരിച്ചു. അതെൻ്റെ ജീവിതത്തിലെ തടവറയിലേക്കായിരുന്നു. പോകാൻ നേരം എൻ്റെ ഭർത്താവ് എന്ന ആളുടെ മുഖത്തേക്ക് ഞാനൊന്ന് നോക്കി. അയാൾ മുഖം തിരിച്ചു. അമ്മായിയമ്മ മുറ്റത്തേക്ക് നീട്ടിത്തുപ്പി. അടുത്ത ഭാഗവുമായി